അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കൂട്ടിയിട്ട് നമ്മൾ ചോറുന്നാൻ പോവാണ് കേട്ടോ. കുറേ ദിവസമായിട്ടുള്ള പൂതിയാണ് ചിക്കൻ കൊണ്ടുവന്നിട്ട് ഒറ്റക്ക് പൊരിച്ച് തന്നത്. ആർക്കും കൊടുക്കാതെ പൊരിച്ച ചിക്കൻ ഒറ്റക്ക് കഴിക്കണമെന്ന്. അങ്ങനെ ഇന്ന് ആ ഒരു സാഫല്യത്തിലേക്ക്, ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിക്കൻ ഇതട്ടോ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ്റെ രക്തം ഇറ്റിരിക്കുന്നു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പൊരിക്കണത് ഞാൻ ഒറ്റക്ക് തിന്നു. അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കന് ഇതാ ഞാൻ മൊത്തം കൊണ്ടുവന്നതിന് കവറിലേക്ക് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടാ. വലിയ പീസാണ് കേട്ടോ. ഇത് മൊത്തം കേക്ക്. പിന്നെ മസാലയിൽ സംതിങ് സ്പെഷ്യൽ ഉണ്ട്. വീട്ടിൽ മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളക് പൊടി കഴിഞ്ഞപ്പോൾ ഒരു അറ്റംപ്റ്റ് നടത്തി, ഒരു ശ്രമം വേറൊരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തപ്പോൾ അത് നല്ല രസം, ഭയങ്കര സക്സസ്. എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു, ഭയങ്കര സൂപ്പറാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അപ്പോൾ പിന്നെ അതങ്ങനെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ച്. അതെന്താണെന്നല്ലേ കാണിച്ചത്. ആദ്യം ഞാൻ ചിക്കനൊക്കെ കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവരട്ടാം, എന്നിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വെള്ളയ്ക്ക് കൊള്ളാനുള്ള സാധനം മാത്രം ഞാനിപ്പോൾ എടുക്കണുള്ളൂ. സത്യം പറഞ്ഞാൽ ഭീഷണിയൊക്കെ ഉണ്ട്, പിന്നെ ഒറ്റയ്ക്ക് അങ്ങനെ തിന്നൂലെന്നുള്ള. പക്ഷെ ആ ഭീഷണിയിൽ ഞാനിപ്പം വക വെക്കണില്ല. കാരണം എല്ലാ ഭീഷണിയിലും നമ്മൾ തോറ്റു പോകാൻ പാടില്ല. ലവന്മാർ ലിവർ തന്നിക്കണ്. ലിവർ ക്ലീൻ ചെയ്യുമ്പോഴേ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇത് ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കളറുണ്ടാവും, ഒരു ബ്ലഡിൻ്റെ ഒരു കട്ട ഇങ്ങനെ. ഈ സാധനം ഒഴിവാക്കണം. ഒഴിവാക്കുന്നത് പറഞ്ഞാൽ എന്തിനാണ് ഒഴിവാക്കുന്നത് അറിയാമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ കഥയിൽ ചോദ്യമില്ല എന്നല്ലേ, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ചെയ്യാറുണ്ട്, ഒഴിവാക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ മസാലക്കൂട്ടിലേക്ക് പോവാം. ഇതാണ് സ്പെഷ്യൽ മസാലക്കൂട്ട്. ഇതെന്താണെന്നറിയോ? ഇത് പച്ചമുളക് ഒരതി എന്താ പറയുക, ഉരലിട്ടൊരു കൂത്തി പൊടിച്ച് കൊണ്ടുവന്നാണ് നമുക്ക് കിട്ടുന്ന ചെയ്ത് കൊണ്ടുവന്നതാണ്. അതേപോലെ ഇത് ഇച്ചിരി പോലും മഞ്ഞൾപ്പൊടിയാണ്, ഇത് ഇച്ചിരി പോലും മുളകും പൊടിയാണ്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. സ്പൂണില്ലല്ലോ അംദാൻ, ഒരു സ്പൂൺ തരുമോ? ഇങ്ങോട്ട് വാ. ഓൻ്റെ ഒന്നും കാണാൻ പാടില്ലല്ലോ ഇതില്. നമുക്ക് മസാല മിക്സിലേക്ക് കിടക്കാം. കുറച്ച് ചിക്കനേ ഉള്ളൂ, അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് മസാല എല്ലാം കുറച്ച് മതി, വേറൊന്നും വേണ്ട. വായിൽ വെള്ളം വരുന്നുണ്ട്. ഉപ്പുണ്ട്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിത് മസാല ഒന്നും ഇല്ല എന്നൊക്കെ തോന്നും. അതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. ഇതിൽ നല്ല മസാല ഉണ്ട്, സെറ്റാണ് സാധനം. എന്താ ഇത് പൊരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഇതിന് യഥാർത്ഥ രുചി നമുക്ക് കിട്ടുക. ചട്ടി ഇത് കഴുകണില്ല കേട്ടോ. ഇതിൽ നമ്മൾ നേരത്തെ ഇട്ടുള്ള മുളകും സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഓയിലൊക്കെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. പക്ഷേ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർ സെറ്റായിരിക്കും. പക്ഷേ കറിവേപ്പില നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ട് നോ പ്രോബ്ലം. കറിവേപ്പില ഇല്ലാത്ത ചിക്കൻ ഉണ്ടാക്കണം. ഇവിടെ ചട്ടിയിൽ സാധനം നല്ല ചൂടായിക്കണം കേട്ടോ. കേട്ടോ സീതല ശബ്ദം കേൾക്കുന്നുണ്ടോ? പ്രശ്നം എന്താ? ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ കടൻ്റെ കിച്ചണിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ, ചിക്കൻ പൊരിക്കുന്നത്. അപ്പോൾ മറ്റവൻ പറഞ്ഞിട്ടുള്ളത്, അന്നാ പറയുന്നത് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കരുത്, ഇവിടെ വെച്ച് ചെയ്യരുത്, അവിടെ വരെ കൊണ്ടിട്ട് ഉണ്ടാക്കിക്കോന്നാണ്. അപ്പോൾ പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്, ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ അവൻ അവിടെ ഗ്ലാസ്സൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തലട്ട് വെക്കാം പറയട്ടെ, കയറില്ല എന്ന്. എന്തായാലും മനുഷ്യന്മാർ എങ്ങനെ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചിക്കനാണ് ഇനി രാത്രിക്കൊക്കെ നോക്കാം എന്തായിരുന്നു. ഇടക്കൊന്ന് ചൂട് തീ കൂട്ടി കൊടുക്കുക, ഇടക്കൊന്ന് കുറച്ചെടുക്കുക. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നതാണ്. ക്ഷമ ഇപ്പോൾ കോഴി പൊരിച്ചിൻ്റെ ഫലം ചെയ്യും. നമുക്ക് എന്തായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്താ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. മുളക് പൊടിയൊന്നും ഇല്ലാത്ത സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. പൊട്ടി തെറിക്കട്ടെ ട്ടോ പോണേ എങ്ങോട്ട് ശരി. പക്ഷെ കുറച്ചെടുക്കില്ല, ഞാൻ പണി പാടും. ചിക്കൻ ഏകദേശം വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ല പരിപാടിയിലേക്ക് കിടക്കാം.
എന്താ സ്മെല്ല് അറിയോ? ആഹാ, കാണിച്ചു തരാം ഞാൻ. പറയാം. എന്താ സൂപ്പറല്ലേ? അതാ ഏട്ടാ, എന്റെ കോഴിക്കഷ്ണാണിത്. വിടമാട്ടെ, ഞാൻ കഴിക്കുന്നത് എല്ലാച്ചും കൂടാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി മണീസ് ആയിട്ടുണ്ട്. ഇനി കഴിക്കുക. ചോറ് തിന്നണോ വേണ്ട എന്നുള്ളത് സംശയത്തിന് നിൽക്കുന്ന കാര്യമാണ്. ചിന്തിച്ചിട്ട് തീരുമാനിക്കും. ഇല്ലെങ്കിൽ ഞാൻ ചിക്കൻ ഒറ്റക്ക് കഴിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ. അതെന്താ ഉള്ളത്? ഓടുന്നു. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കൂട്ടിയിട്ട് നമ്മൾ ചോറ് തിന്നാൻ പോവാണ് കേട്ടോ. ചോറ് വീട്ടിലാണുള്ളത്. വീട്ടിലേക്ക് തന്നെ പോയേ പറ്റുള്ളൂ. അധികം ചോറൊന്നും തിന്നില്ല, കുറച്ച് ചോറ് തിന്നുള്ളൂ. ഇതിന് പകരം ഫുള്ള് ചിക്കൻ തിന്നാം. അങ്ങനെ ചോറെടുത്തു കേട്ടോ. കുറച്ച് ചോറുള്ളത്. ബാക്കി ഒരു ചമ്മന്തി ഉണ്ട്. മത്തി പൊരിച്ചതും മത്തി മുളകിട്ടതും ഉണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഇന്ന് ചിക്കൻ തിന്നാനാണ് തോന്നുന്നത്. അതുകൊണ്ട് മത്തി തിന്നൂല, ചിക്കൻ കൂട്ടിയിട്ട് ചോറ് തിന്നു. ലിവറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലിവറ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എടുക്കും. ഇനി തിന്നാം. അപ്പോൾ ഓക്കെ, ബൈ.